ഹലോ മച്ചാ, എല്ലാവർക്കും എസ് പുതിയ ഹാർദമായി സ്വാഗതം മച്ചാമാരെ. സോണിന്റെ ഒരു ചെറിയൊരു കാർ സ്റ്റീരിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാർ സ്റ്റീരിയോ അല്ല, 4 ചാനലാണ് വന്നിട്ടുള്ളത്. അപ്പോ അത് നമുക്ക് ഒന്ന് സർവീസ് എടുത്തു. എന്താ പറയുക, വർക്ക് ഉണ്ടായിരുന്നില്ല. പവർ കൊടുത്തു നോക്കിയപ്പോൾ അതിന്റെ 2 ചാനലല്ല, ഒരു ചാനലിലോട്ട് വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ അഴിച്ചിട്ട് 2-3 കമ്പോണൻസ് മാറ്റിയായിരുന്നു. 3 കമ്പോണൻസിനെ മാറ്റി. അപ്പൊ മാറ്റി കഴിഞ്ഞപ്പോൾ സാധനം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ പണ്ടത്തെ സാധനം ആയിട്ട് അതിൽ ബ്ലൂടൂത്ത് ഇല്ല. അപ്പൊ ബ്ലൂടൂത്തും കൂടി ആഡ് ചെയ്യാലോ എന്നുള്ള രീതിയിലാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ. അപ്പൊ ഒന്ന് നമ്മള് വീട്ടിൽ എങ്ങനെയാണ് ഇപ്പൊ ഈ കാറിന്റെ സ്റ്റീരിയോ അല്ലെങ്കിൽ ഈ 4 ചാനലുള്ള സാധനം നമ്മള് വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കാര്യവും വണ്ടിയിൽ ഇതേപോലെ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയാൻ പോകുന്ന വെച്ചാൽ. അപ്പൊ എല്ലാവർക്കും SXന്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. അപ്പൊ ഇത് നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന സെറ്റ് തന്നെയാണ്, നമ്മുടെ കാറിലുണ്ടായിരുന്ന സെറ്റ് തന്നെയാണ് ഈ കിടക്കുന്നത്. അപ്പൊ ഇത് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, ഇതിൽ പവർ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ പവർ കൊടുത്തു നോക്കിയപ്പോൾ അതില് ഒരു ചാനൽ വർക്ക് ഉണ്ടായിരുന്നു. 4 ചാനലുള്ള ഒരു ഇതാണ് കണ്ടോ, അതിൽ എഴുതിയിട്ടുണ്ട് 52 വാട്ട്സ് ഇൻറ്റു 4 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചാനൽ വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 3 കമ്പോണൻസിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കേസ് വർക്ക് ഊരിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ കേസ് വർക്ക് ഊരിട്ടപ്പോൾ ഇതിന്റെ അടിയിൽ ഒരു ട്രേ കൂടി വരുന്നുണ്ട്. നമുക്ക് റിമോട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ചെറിയ തടസ്സമൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ആ സാധനം ഫുള്ള് സർവീസ് ചെയ്തിട്ടുണ്ട്. ഈ ട്രേ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ട്രേയുടെ ഉള്ളിലേക്കായിട്ട് ഒരു ഹോള് നമുക്ക് അടിയിൽ ഇട്ടിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ നമ്മുടെ ഇത് പണ്ടത്തെ സാധനം ആയതുകൊണ്ട് ഇതിൽ USB ഓക്സ് മാത്രമേ ഉള്ളൂ, നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇത് മെയിൻ കാരണം വെച്ചാൽ CD ഉണ്ട് ഇതിൽ, പക്ഷേ CD ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ നല്ല സ്പെസിഫിക്കേഷൻ ഉള്ള സോണിൻ്റെ ഒരു ആംപ്ലിഫയർ ആണിത്. ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളും പിന്നും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. മോഡൽ നമ്പർ ഇതിൻ്റെ അടിയിലാണ്, പോട്ടെ. അപ്പോൾ ഇതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മളെ ബസ് റിയർ ഓർ സബ് ഫ്രണ്ട് ഇന്ന് ഓഡിയോ ഔട്ട് എന്ന് എഴുതിയിട്ടുള്ളത്. അതായത് നമ്മളൊരു സബിൻ്റെ ആംപ്ലിഫയർ നമ്മൾ സെറ്റ് ചെയ്യാന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇത് പ്രീ ആണ് വരുന്നത്. ഈ പ്രീ ആണ് നമ്മൾ സബിൻ്റെ ആംപ്ലിക്ക് ഇന്നായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് അതിന് സബ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ ഒരു നീല ജാക്ക് കണ്ടിട്ടുണ്ടാവും, ഇത് നമ്മുടെ ആൻറ്റീനൊക്കെ ഉള്ള ഒരു പിന്നാണ്. പിന്നെ ഇതിൽ അത്യാവശ്യം കുറേ പിന്നുകളുണ്ട്. ഇത് എന്താണെന്ന് ഞാൻ ഒന്ന് ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഈ ബ്ലാക്ക് കാണുന്നത് നമ്മുടെ നെഗറ്റീവ്, ബാറ്ററിക്കുള്ള നെഗറ്റീവ്. പിന്നെ ഈ റെഡ് വരുന്നത് നമ്മുടെ ഇഗ്നീഷനാണ്, യെല്ലോ നമ്മുടെ പോസിറ്റീവ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്താൽ വെച്ചാൽ ഇഗ്നീഷൻ ആവശ്യമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഈ യെല്ലോയും ഈ റെഡും കൂടിയിട്ട് കോമൺ അടിക്കാനുണ്ടോ, കോമൺ അടിച്ച് അടിയിൽ പിരിച്ച് വെച്ചിട്ടുണ്ട്. അടിയിൽ വയറും കൂടി എന്താണെന്ന് പറഞ്ഞു തരാം. പിന്നെ ഇതൊരു ചാനൽ, ഇത് ഫ്രണ്ട് ലെഫ്റ്റ് ആണ്, ഈ ഫസ്റ്റ് കാണുന്നത് ഫ്രണ്ട് ലെഫ്റ്റ്. ഒരു ബ്ലൂ വയർ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് റൈറ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രീനാണ് ഫ്രണ്ട് റൈറ്റ്. ഓക്കെ. പിന്നെ ഇത് ബാക്ക് ലെഫ്റ്റ്, ഈ വയലറ്റ്. ഇത് ബാക്ക് റൈറ്റ്. പിന്നെ ഈ നീല പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ സബ് വെക്കാന്ന് പറഞ്ഞില്ലേ, ഈ സബ് വെക്കുമ്പോൾ അതിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പിന്ന്. REM ആണ് ഇത്, REM എന്നാണ് ഇതിൻ്റെ പിന്നിൻ്റെ പേര് വരുന്നത്. ഇത്രയും പിന്നുകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ വയർ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ നെഗറ്റീവ് എന്ന് പറഞ്ഞു, ഇത് നെഗറ്റീവിന് വയർ പോയിട്ടുണ്ട്. അതുപോലെ ഈ പോസിറ്റീവിന് വയർ പോയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇത് USB ഇല്ലാത്തതാണ്, USB അല്ല, നമ്മുടെ ബ്ലൂടൂത്ത് ഇല്ലാത്തത് പഴയ മോഡലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് കേസ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടൈപ്പ് USB പാനൽ നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഇതിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ സ്ക്രൂ ഒക്കെ ചെയ്തിട്ടില്ല. ഒരു റെഗുലേറ്ററൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ടാണ് ഈ വരുന്നത് കണ്ടോ. ഈ ആഷ് കളർ വയറിലൂടെ വരുന്നത് 12 വോൾട്ടാണ് ഇതിലൂടെ വരുന്നത്. ഈ വന്നിട്ട് ഈ ടാപ്പ് ചുറ്റുകൊടുത്തതിൻ്റെ അടിയിൽ ഒരു 4007 ഡയോഡ് ഉണ്ട്. ആ ഡയോഡ് നേരെ നമ്മൾ ഡയോഡ് വഴി ഈ 7805 എന്നുള്ള ഈ റെഗുലേറ്ററൈസിൽ കൂടെ കടത്തി വിട്ടിട്ട് ഒരു 5 വോൾട്ട് ആയിട്ടാണ് നമ്മൾ ഈ ബോഡിക്ക് വന്ന് കയറുന്നത്. ബോർഡിൻ്റെ അടിയിലാണ് ഇതിന് സോൾഡർ ചെയ്ത് വെച്ചേർക്കാണ്. പിന്നെ നമുക്ക് ഈ പിൻ ഔട്ട്, ഇത് ഈ റെഡ് വയർ കണ്ടോ, ഈ കട്ട് ചെയ്ത് കൊടുത്ത റെഡ് വയർ കണ്ടോ, ഈ റെഡ് വയറാണ് നമ്മുടെ ആൻറ്റീനയ്ക്കുള്ള FM-നുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിന്നെ റൈറ്റ് സെൻട്രൽ ഗ്രൗണ്ട്, ഇത് ലെഫ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇതിലേക്കും കൊടുക്കുന്നത്. അപ്പോൾ നേരെ ഇതിലേക്ക് സോഴ്സ് കൊടുക്കാൻ വേറെ പാകങ്ങളൊന്നുമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഈ ഓക്സിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിമോട്ടിൽ നമുക്ക് റൈറ്റ് ഓക്സ് ഇന്ന് കൊടുത്ത് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓക്സ് കിട്ടും. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോണത്. അപ്പോൾ എന്തായാലും ഈ ട്രേയുടെ ഉള്ളിൽ നമുക്ക് ഒന്നുകിൽ സ്ക്രൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം ആദ്യം. അപ്പോൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കണക്ഷൻസ് ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ.
ഇത് നമ്മൾ ഈ പിന്നെ ഉപയോഗിച്ചിട്ടല്ല, അതിൻ്റെ അടിയിൽ സോൾഡർ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ബ്ലാക്ക് വയർ കൂടെ എടുത്തിട്ടുള്ളത്. ഇത് നേരെ കൊടുത്തിട്ട് നമ്മുടെ ഈ പിന്നിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ഊരുകയും ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ പ്ലഗിൻ ചെയ്യാം. അപ്പോൾ ആ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എത്തിച്ചോടുന്നില്ല. ഇത് നമ്മുടെ അതിലേക്കുള്ള പവറിൻ്റെത്, നമ്മുടെ പ്രീ ആംപ്ലിഫയർക്കുള്ള പവറിൻ്റെ വയറാണ്. ഇത് നമ്മുടെ ഓഡിയോ ഔട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെഗുലേറ്ററൈസ് ഞാൻ ഈ സൈഡിൽ ഒന്ന് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്, നട്ട് ബോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വേണമെന്ന് വെച്ചാൽ ഈ കേസ് വെച്ചിട്ട് ഒന്ന് മൂടുക. എന്നിട്ട് അതിന് ശേഷം ഇതിനുള്ളിൽ നമ്മൾ അടിയത്തെ ട്രേയുടെ ഉള്ളിൽ ഉറപ്പിച്ച് കൊടുക്കുക. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ട്, നല്ല സക്സസ്ഫുൾ ആയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി വെച്ചാൽ ഇതിൻ്റെ ബാക്കത്തെ വയറൊക്കെ ഒന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം എന്താ പാടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വയ്ക്കുമ്പോൾ എന്തായാലും സ്വിച്ച് വഴിയാണ് ഇത് കൊടുക്കുക. നമ്മുടെ ഈ പ്ലസ്സിൽ സ്വിച്ച് വഴിയാണ് കൊടുക്കുക. ഇത് നേരെ നെഗറ്റീവിലേക്ക് തന്നെ കൊടുക്കുക. മഞ്ഞവരൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ബാക്കിയുള്ള 4 ചാനലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 4 ചാനലൊന്ന് നമുക്ക് കണക്ഷൻ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ 4 ഇഞ്ചിൻ്റെ 4 സ്പീക്കർ എടുത്ത് 2 വൂഫറും 2 സ്പീക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് വരെ. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. നമ്മളിത് കണക്ട് ചെയ്യുന്നതും വാക്കോ പിന്നെ വെച്ചിട്ടുള്ളൊരു ടൈപ്പ് പിന്നെ വെച്ചിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് സെറ്റ് എന്തെങ്കിലും സർവീസിന് ഊരണമെന്നുണ്ടെങ്കിലും സുഖമാണ്. കണ്ട, ഇതിപ്പോൾ നമുക്ക് കളർ കോഡ് അനുസരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ബാക്കി വയർ ഒരു സെക്ഷൻ ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഫീമെയിലാണ്. അപ്പോൾ ഇത് ഫീമെയിലിൽ കൊടുത്തതിന് ശേഷം മെയിൽ നമ്മുടെ വണ്ടിയിലേക്കുള്ള വയർലെസ്സാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം, സ്പീക്കറൊക്കെ വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം എന്താ പാടുന്നുള്ളത്. അപ്പോൾ നമ്മളിത് ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ മൊത്തം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ചിൻ്റെ ഒരു വൂഫറാണത്. ഇത് 4 ഇഞ്ചിൻ്റെ നമ്മൾ കാർ സ്പീക്കറാണ് പറഞ്ഞത്. ഇത് 4 ഇഞ്ചിൻ്റെ വൂഫർ, ഇത് 4 ഇഞ്ചിൻ്റെ കാർ സ്പീക്കറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 4 നമ്മൾ കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഈ 4 സെക്ഷൻ വയറും കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബാറ്ററി എന്നല്ല, ഐ മീൻ വണ്ടിയിലേക്ക് കൊടുക്കാനുള്ള ബാറ്ററി എന്നുള്ള ഒരു പ്ലസും മൈനസാണ് നമ്മുടെ ഇതിലേക്ക് പവർ കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്രണ്ടേജ് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് വരുന്നത്. സ്പീക്കറൊക്കെ ഞാൻ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ്, ബാക്ക് ലെഫ്റ്റ് ബാക്ക് റൈറ്റ്, അങ്ങനെ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓഡിയോ സിസ്റ്റം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്. 12012 5 ആംസിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റെക്ടിഫയറും ഫിൽറ്ററും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് വയർ നേരെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ സിസ്റ്റം നിങ്ങൾ വീട്ടിലേക്കാണ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമർ വെച്ച് ചെയ്യുക. അതല്ലെങ്കിൽ SMPS എന്ന് പറഞ്ഞ സാധനമുണ്ട്. ട്രാൻസ്ഫോമർ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, SMPS എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 12 വോൾട്ട് 16 ആംപിയർ ഒക്കെ വരുമ്പോൾ 16 ആംപിയർ ഒക്കെ വരുമ്പോൾ ഏകദേശം ഒരു 450-500 രൂപയുടെ ഉള്ളിൽ വരുള്ളൂ. അന്നേരം നമ്മൾ ട്രാൻസ്ഫോമർ എടുക്കാൻ വെച്ചെങ്കിൽ എന്തായാലും 1000 രൂപയുടെ അടുത്ത് എന്തായാലും ആവും. അതിൻ്റെ റെക്ടിഫയറും ഫിൽറ്ററും കൂടി കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ആ റേറ്റ് ആവും. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് ഉപയോഗിച്ചൊക്കെ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഈ കൊടുത്തിട്ടുള്ള വയർ നേരെ നമ്മുടെ ബാറ്ററിക്ക് കൊടുത്താൽ മതി, സ്വിച്ച് വഴി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വീട്ടിലാണ് ഉപയോഗിച്ചെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ SMPS അതല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ആണ് ഇത് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി വെക്കേണ്ടത്. 12 വോൾട്ടിൻ്റെ വെക്കേണ്ടത്. ഓക്കെ, മനസ്സിലായില്ല? ഇനി നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ട്രാൻസ്ഫോമർ ഒന്ന് ആദ്യം പ്ലഗ് ചെയ്യണം. ഇപ്പോൾ പ്ലഗ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇവിടെ ഓൺ ആയിട്ടുണ്ട്. എന്തോ ക്യാമറയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതൊരു മൂടൽമഞ്ഞ് പോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ ക്യാമറ ഗ്ലാസിൻ്റെ ബാക്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്തായാലും ഇങ്ങനെ രീതിയിലായിട്ടുണ്ട്. നമ്മുടെ USB-യുടെ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോണിൻ്റെ സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. ഇത് കുറച്ച് പ്രശ്നം, കുറേ എന്തൊക്കെ എഴുതി കാണിക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് സെർച്ചിങ്ങിനും എന്തോ ഓപ്ഷൻ ഉള്ളത് കാണിക്കുന്നത് തോന്നുന്നുണ്ട്. FM ഒക്കെ ഉള്ളത് ഒരു സിസ്റ്റം ആയിരുന്നു കാരണം USB-യുടെ ഒരു പോർട്ട് ഉണ്ട് ഇതിൻ്റെ മേലെ. പിന്നെ ഓക്സിലുണ്ട്. ഓക്സിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു USB-യുടെ പ്രീ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഒന്ന് ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു സോങ് ഇതിൽ പ്ലേ ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓക്സ് ഫ്രണ്ടിന് നിന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് ഈ മോഡൽ നമ്പറുള്ള സിസ്റ്റങ്ങളുടെ മൊത്തം മറ്റേ ഡീറ്റെയിൽസ് ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ ഓക്സ് ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുത്തി കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഇതിലാണ് കിടക്കണമെന്ന് വെച്ചെങ്കിൽ ട്യൂണർ അല്ലെങ്കിൽ USB കിടക്കണമെന്ന് വെച്ചെങ്കിൽ ഈ സോഴ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ കണ്ട, സോഴ്സിൻ്റെ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറി മാറി വരും. അപ്പോൾ USB ഓക്സ് ട്യൂണർ USB ഓക്സ് പിന്നെ വിട്ട് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ FM കിടക്കുന്നത് ഞാൻ ഒന്ന് പ്ലഗ് ഇൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഒന്ന്
നമ്മൾ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ FM-ലാണ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. എന്താ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ ഇതിന്റെ ഈ സ്പീക്കറിന്റെ ഉള്ളിൽ നിന്ന്? ഇത് നല്ല സ്പീക്കറാട്ടാ, ബോസ്റ്റോണിന്റെ നല്ല സ്പീക്കറാ. പിന്നെ എന്താ ഓക്സ് ഫ്രണ്ട് ഇൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഒന്ന് കേട്ട് നോക്കിയൊക്കെ പാട്ട് എന്താന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ കഴിയുന്നത് മനസ്സിലാണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഈ ബോക്സ് സെപ്പറേറ്റ് വാങ്ങിയിട്ട് 4-5 ബൂഫറും വാങ്ങിയിട്ട് ഈ സ്പീക്കർ കണക്ടറൊക്കെ സെപ്പറേറ്റ് അടിച്ചുണ്ടാക്കിയാണ് ഞാൻ. ബോക്സ് സെപ്പറേറ്റ് വാങ്ങിയിട്ടാണ് ചെയ്തത്, അല്ലാതെ ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിയല്ല. ഇനിയിപ്പോൾ ഇത് നമ്മുടെ കാറിന്റെ ഡാഷ്ബോർഡിന്റെ രണ്ട് ലെഫ്റ്റ് റൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്പീക്കർ. ഇത് നമ്മൾ ഉണ്ടായത് തന്നെയാണ്, മറ്റേ സെറ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി വെച്ചാൽ തോന്നുന്നു. അതിന് പിന്നെ ഈ ഫ്രണ്ടത്തെ ഈ സാധനം ഉണ്ടായിരുന്നില്ല, ഈ ഡിസ്പ്ലേയുടെ ഇത് ഒരു സ്വിച്ച് പോലെയാണ്. ഇത് ഉള്ള സ്വിച്ച് ഉണ്ട് ഇതിൽ. ഇതിന്റെ അടിയിൽ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയുടെ ഭാഗം മൊത്തം പോയി. അപ്പോൾ അതിനാ ഫ്രണ്ട് സൈഡ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ വോളിയം കൂട്ടാനുള്ളൂ. പിന്നെ ഇത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഓണാക്കുന്ന സമയത്ത് കുറേ സാധനങ്ങൾ എഴുതി കാണിച്ചു തരുന്നില്ലേ, അതൊക്കെ നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അത് ഓരോ എഫക്റ്റുകളും ഇത് സാധനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം റെഡി ആക്കിയിട്ട് നമ്മൾ വണ്ടിയിൽ എങ്ങനെ വെക്കാനുള്ള കാര്യങ്ങളും വീട്ടിൽ എങ്ങനെ വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ പോലെ. അപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്പീക്കർ ഒന്നുകൂടി വലുതൊക്കെ ഒന്നുകൂടി ക്ലാരിറ്റി സൗണ്ടും കൂടുതലൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ 4-5 വെക്കാനുള്ള ഒരു സ്പേസ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നുള്ളൂ. ബാക്കിൽ പിന്നെ ഒരു ഫ്രണ്ടിൽ വലുതും ബാക്കിൽ ചെറുതായി കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷൻ നന്നല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ രണ്ട് സൈഡും 4-5 ആക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയണ്ടായിരുന്ന ബാക്കോബിന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കണക്ഷൻ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള ടൈപ്പ് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുവിധ ആംപ്ലിഫയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കല്. കാരണം നമുക്ക് സർവീസ് ചെയ്യണമെങ്കിലൊക്കെ എല്ലാ വയറും കൂടി ഊരി കൊണ്ടുപോകേണ്ടി വരും. ഇതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതിൽ നേരെ കൊടുത്തിട്ടുള്ളത് ഫീമെയിൽ ആണ്. ഇതിൽ നമ്മൾ ആംപ്ലിഫയർ കൊടുക്കുന്നത് നമ്മൾ മെയിലിന്റെ പിന്നാണ് ആംപ്ലിഫയർ കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ കണക്ഷൻസും കണ്ട് തെരഞ്ഞു പിടിച്ചിട്ട് ഇനിയിപ്പോൾ വണ്ടി വേറെ ഒരു നമ്മൾ അറിയാത്ത സമയത്ത് അല്ല നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ആൾക്കാർക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇത് FL+, FL-, പിന്നെ SL+, SL-, ബാറ്ററി, ഇഗ്നീഷ്യൻ, പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന സെപ്പറേറ്റ് ഒരു വയറിന്റെ ഒരു നീല വയർ ടാപ്പ് അടിച്ചിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംപ്ലിഫയറിന്റെ ബാക്കിൽ. അപ്പോൾ അതിനുള്ള കണക്ഷൻസ് ഒക്കെ ഞാൻ ഇതിൽ ഇങ്ങനെ എഴുതി കണ്ട ഒരു സ്ലീവ് അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സമയത്ത് സബ് വെക്കുന്ന സമയത്ത് വെച്ചാൽ അത് നേരെ കൊടുത്താൽ മതി. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ പോസിറ്റീവ് ആണ് കണ്ട. ഇത് പോസിറ്റീവ് നമ്മൾ നേരെ ഈ ഒരു 2 കോർ വയറിന്റെ ഉള്ളിൽ കൂടെ വണ്ടിയുടെ ഈ സൈഡിലേക്ക് കൊണ്ടിട്ടുണ്ട് കണ്ട. ഈ സൈഡിലേക്ക് കൊണ്ടിട്ടുള്ളത് അല്ല, ഈ സൈഡിലേക്ക് ആംപ്ലിഫയറിനാണ് ഇത്. ഇത് 4 ലെഗുള്ള ഒരു സ്വിച്ച് ആണ് വന്നിട്ടുള്ളത്. ഇത് 2 ലെഗുള്ള സ്വിച്ച് ആണ്. ഇത് നമുക്ക് വേറെ ആവശ്യത്തിനുള്ളതാണ്. അപ്പോൾ ഇതുമേയാണ് നമ്മൾ ഈ ഓൺ ഓഫിലാണ് നമ്മൾ ആ ഒരു ആംപ്ലിഫയറിന്റെ ഇത് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇഗ്നിഷൻ കൊടുത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ എപ്പോഴും സിസ്റ്റം ഓൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വിച്ച് വഴി കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്കും ഈ ബ്ലാക്ക് വയറും പിന്നെ ഈ ഒരു ബ്ലാക്ക് വയർ ഉണ്ട്. 2 ബ്ലാക്ക് വയർ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണ്. നമുക്ക് വഹിക്കുമ്പോൾ അറിയുണ്ടാവും. അത് 2 ഇതും നമ്മുടെ ബാക്കിലേക്ക് പോണതാണ്. എഴുതിയിട്ടുണ്ട് അതിന്റെ മേലെ SL, SR. ഇത് റൈറ്റ് സൈഡ് തിങ്, ഇത് ലെഫ്റ്റ് സൈഡ് തിങ്. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ടാപ്പല്ല, പോസിറ്റീവിന് മാത്രമേ ടാപ്പ് അടിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ഊരിണ്ട് വന്നതിൽ അതുകൊണ്ട് ഞാൻ ടാപ്പ് അടിച്ച് വെച്ചിട്ടുള്ളൂ. സ്ലീവ് ആണ് ചെയ്തിട്ടുള്ളത് കണ്ട. നമ്മുടെ 3mm സ്ലീവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് നല്ല ഇത് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ സെറ്റ് വെച്ചതിന് ശേഷം അതിന്റെ ബാക്കിൽ നമ്മൾ ടൈ ചെയ്യുക. നമ്മളെ 10 സെന്റിമീറ്ററിന്റെ ടൈ ഉപയോഗിച്ചിട്ട് ബാക്കിലൊരു കമ്പി കണ്ട, കമ്പിമേ അല്ലെങ്കിൽ ക്ലാമ്പും എന്തെങ്കിലും ഒരു ഏതെങ്കിലും വയറിന്റെ മേലെ നമ്മൾ നല്ല ഉഷാറായിട്ട് ടൈ ചെയ്ത് വെക്കുക കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആംപ്ലിഫയറിന്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആവാൻ വെച്ചാൽ പറയാം. ഇനി ബാക്കിലത്തെ പണി എന്ന് വെച്ചാൽ ബാക്കിൽ കണ്ട വയർ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കണ്ടാ ഈ സീറ്റ് ബെൽറ്റിന്റെ മേലെ 2 വയർ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പുറ സൈഡിലും അതെ, ഈ സൈഡ് കൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വരുന്ന വെച്ചാൽ നമ്മുടെ 2 വൂഫർ 4 ഇഞ്ചിന്റെ അത് 2 നമുക്ക് മേലത്തുള്ള ഈ ഒരു ബട്ടൺ കണ്ട, ഈ ബട്ടൺ നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് ഈ കാണുന്ന ബട്ടൺ നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിക്കണം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ ഫിനിഷ് ആവണം വെച്ചാൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് വീട്ടിൽ സെറ്റ് ചെയ്യാനുള്ള കാര്യം, അതുപോലെ വണ്ടികളിൽ എങ്ങനെ സെറ്റ് ചെയ്യാനുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടന്റ് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള സീരീസിലുള്ള നമ്മൾ സോണിന്റെ കാര്യങ്ങളും അതുപോലെ ഒരുവിധം എല്ലാ സ്റ്റീരിയോ അല്ലെങ്കിൽ 4 ചാനലിലുള്ള ഏത് ആംപ്ലിഫയറിന്റെ കാര്യം ആയി കഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ നമുക്ക് കുറെ ഈ ഒരു സിസ്റ്റത്തിൽ വന്നാലും ഒരുപാട് എന്താ പറയാ ഒരുപാട് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ 4 ഇഞ്ച് സ്പീക്കറും 4 ഇഞ്ച് കാർ സ്പീക്കറും 4 ഇഞ്ച് ബൂഫറും വെച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
നമുക്ക് 6 ഇഞ്ചിൽ ചെയ്യാം. നമുക്ക് അത്ര സ്പേസ് ഉണ്ടെങ്കിൽ 6 ഇഞ്ച് ചെയ്യാം. നമുക്ക് കാറിന്റെ ഉള്ളിൽ പറഞ്ഞപ്പോൾ ഒരു ഇടുങ്ങിയ ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് 4 ഇഞ്ച് തന്നെ നമുക്ക് മാക്സിമം ആണ്. അപ്പോൾ അത് നല്ല വോക്കൽ നല്ല നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി സെപ്പറേറ്റ് ബ്ലൂടൂത്ത് സ്പീക്കറും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ സ്റ്റീരിയോ ഒഴിവാക്കിയിട്ട് ഇനി മറ്റേ ടൈപ്പുള്ള എന്താ പറയുക ഫുള്ള് സെറ്റ് ആയിട്ട് നമുക്ക് ഒരു ബോക്സ് പണിത് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ വെക്കാന്ന് വെച്ചെങ്കിൽ ഒരു 12 വോൾട്ടിന്റെ ഒരു 15 ആംപിയർ 16 ആംപിയർ 20 ആംപിയറിലൊക്കെ ഒരു SMPS വേണ്ടി സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ പൈസ കുറച്ചുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമറിൽ തന്നെ ചെയ്യാം. 12 വോൾട്ടിന്റെ ഒരു 10 ആംപിയറിന്റെ അല്ലെങ്കിൽ 15 ആംപിയറിന്റെ ട്രാൻസ്ഫോമർ ചെയ്യാം. അപ്പോൾ വണ്ടിയിലാണെങ്കിൽ ഈ ട്രാൻസ്ഫോമറിന്റെ ആവശ്യമില്ല. അപ്പോൾ നേരെ ഇതിൽ ഈ ആംപ്ലിഫയർക്കുള്ള പവർ നേരെ ബാറ്ററിക്കാണ് കൊടുക്കുന്നത്. സ്വിച്ച് വഴി ആംപ്ലിഫയർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സ്വാദിക് സൈനിങ് ഓഫ്.